ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യയില് ഏകദേശം 87% സോ കാൾഡ് ഇന്ത്യൻ റിലീജിയൻസ്, മേ ബി 90% ഇന്ത്യൻ റിലീജിയൻ. സിഖുകാരെ ബാക്കിയുള്ളവരെ മാറ്റി 83% അല്ല 83.54 85.7 അത് ബാക്കി നിർത്ത്. 7.5 മുസ്ലിംസ് ആണ്. അതേ സമയത്തുണ്ടായ പാകിസ്ഥാനില് 28% മൈനോറിറ്റീസ്, മെയിൻലി ഹിന്ദുസ്. അതേ സമയത്തുണ്ടായ ഈസ്റ്റ് പാകിസ്ഥാനില് 33% മൈനോറിറ്റീസ് ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ്, മെയിൻലി ഹിന്ദുസ്. ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊന്ന് അറിയണം. നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യവും നടത്തി കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ഈ ബ്യൂട്ടി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വന്നപ്പോൾ, ആക്ച്വലി ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെ കൂടാതെ 2011 ഇന്ത്യയിലെ ഹിന്ദു പോപ്പുലേഷൻ 79% ആണ്. പാകിസ്ഥാനിലെ ഹിന്ദു പോപ്പുലേഷൻ കേൾക്കണം നിങ്ങള്, ഇതെല്ലാം റിലേറ്റഡ് ആണ്, 1% ആണ്. ബംഗ്ലാദേശിലെ ഹിന്ദു പോപ്പുലേഷൻ 4% ആണ്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കുന്ന സമയത്ത് ഏകദേശം 30% ഉണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് 1% മാറിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയോ സംതിങ് പെർസെന്റേജ്, അതായത് ചെറിയ ശതമാനം ഉണ്ടായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരുടെ ആ പോപ്പുലേഷൻ എത്രയാണ്? എത്രയോ ഇരട്ടി ആയിരിക്കുന്നു എന്ന് അക്ഷരം തെറ്റാതെ പറയുകയാണ്. എന്നിട്ടും ഇന്നും പാകിസ്ഥാനിലേക്ക് വണ്ടി കിട്ടാതെ ഇവിടെ വിട്ടിട്ട് പോയ കുറെ എണ്ണമുണ്ട്. ബാപ്പ പാകിസ്ഥാനും പിന്നെയോ അവന്റെ ഉമ്മ ഈ പറയുന്ന അറബ് രാജ്യങ്ങളും ആവുന്ന രീതിയിൽ ഭാരതത്തെ അപഹസിക്കുക, രാജ്യദ്രോഹികളുടെ ആ കൂട്ടത്തിനുള്ള മറുപടി തന്നെയാണ് ടി പി സെൻകുമാർ സാർ കൊടുത്തത്. കൃത്യമായിട്ടും പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കുന്ന സമയത്ത്, ഈ പറയുന്ന ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിൽ എഴുതി വെച്ചിരുന്നു, ഈ നെഹ്റുവും ജിന്നയും തമ്മിൽ ഒരു കരാർ എഴുതി വെച്ചിരുന്നു. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, അവരെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം, ഇവിടത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് എഴുതി കൊടുത്തിരുന്നു. അത് ഭാരതം പ്രൊട്ടക്ട് ചെയ്തപ്പോൾ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ബ്യൂട്ടി എന്ന് പറയുന്ന ഇവർ ഒരിക്കലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ക്രൂര മുസ്ലിം രാജ്യം ഹിന്ദുക്കളെ മതം മാറ്റിയും കൊന്നൊടുക്കിയും തീർത്തുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും 30% നിന്ന് 1% ആക്കി മാറ്റിയപ്പോൾ അതിന് ബ്യൂട്ടി ഇല്ല, അതിന് ക്രൂരതയാണെന്ന് പച്ചയ്ക്ക് പറയാൻ ഒരുത്തനുമില്ല. അതുകൊണ്ട് നട്ടലോടുകൂടി തന്നെ ടി പി സെൻകുമാർ അത് നട്ടലോടുകൂടി പറയുന്നത് കേൾക്കട മമ്മൂഞ്ഞുമാരെ, ശരിക്ക് ചെവി തുറന്ന് കേൾക്കാം. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ 15% ആണ്. അപ്പൊ എവിടെയാണ് പ്രശ്നം? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പേര്. ഈ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം, വി ആർ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, സെക്യുലർ. അങ്ങ് പറഞ്ഞ ഈ രാജ്യങ്ങളൊന്നും അങ്ങനല്ല. അല്ല നോക്ക, അപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെ വരാം. മോഡൽ അല്ല ഷുഡ് ബി. അപ്പൊ ഞാൻ പറയട്ടെ, ഈ പറയുന്നത് ലോക എല്ലാ ബന്ധങ്ങളാണ്. നിങ്ങൾക്ക് സദാം ഹുസൈനെ തൂക്കിക്കൊന്ന ഇവിടെ ഹർത്താൽ നടക്കാം, അവൻ എന്തിനാ നടത്തിയത്? യു ഷുഡ് ടെൽ മീ. അപ്പൊ ബന്ധമായി പക്ഷെ അങ്ങ് പറയുന്നത് ഹിന്ദു മനുഷ്യനല്ല. നോക്കൂ, സദാം ഹുസൈൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തെ ഒരു ജിഹാദിയെ തൂക്കിക്കൊന്നപ്പോൾ അതിന് ഹർത്താൽ നടത്തിയ നാടാണിത്. ആ നാട്ടുകാർക്ക് പാകിസ്ഥാനിൽ നടക്കുന്ന ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന അങ്ങനെ 30% നിന്ന് 1% അത് അവിടത്തെ രാജ്യത്തിന്റെ പ്രത്യേകത മാത്രമായി മാറുന്നു. ഇവിടെയാണ് കൃത്യമായിട്ടും പറയേണ്ടത്. ചാവുന്നത് ജിഹാദി ണെങ്കിൽ ഞമ്മന്റെ രക്തം ഇങ്ങനെ അരുണിനൊക്കെ ഇങ്ങനെ തിളയ്ക്കും. ചാവുന്നതും കൊല്ലപ്പെടുന്നതും മതം മാറ്റപ്പെടുന്നതും ഹിന്ദുക്കളാണെങ്കിലോ ഞമ്മന്റെ രക്തത്തിന് ഒരനവും പറ്റൂല. അത് അവരുടെ കാര്യം, ഇത് ഞമ്മന്റെ കാര്യം. അതാണ് ഇവിടെ വ്യത്യാസം. അത് തന്നെയാണ് ടി പി സെൻകുമാർ സാർ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. സദാം ഹുസൈന്റെയും ഈ രണ്ടെണ്ണത്തിനും കമ്പയർ ചെയ്തുകൊണ്ട് നോക്കാം. ആണെങ്കിൽ ഈക്വാലിറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഞാൻ പറയട്ടെ, ഞാൻ ഏതെങ്കിലും മൈനോറിറ്റിയുടെ അവകാശം എടുത്തു കളയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആകെ പറഞ്ഞത് മെജോറിറ്റിക്ക് മൈനോറിറ്റിയുടെ അത്ര തന്നെ അവകാശം വേണം. നിങ്ങൾക്ക് അറിയാമോ ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന്? ഇന്നിപ്പോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട്. ഈ കേരളത്തിലെ ഹിന്ദു സ്കൂളുകൾക്ക് മാത്രമാണ് അത് ബാധകം. അതിന്റെ ബർഡൻ അവർ മാത്രം സഹിച്ചാൽ മതി. ഈ കേരളത്തിലെ എത്ര ഹിന്ദു സ്കൂളുകൾ ഉണ്ടെന്ന് അറിയോ? വളരെ കുറവാ. എല്ലാം മൈനോറിറ്റിയുടെ അല്ല. പക്ഷെ ബർഡൻ മുഴുവൻ ഹിന്ദുസിനാണ്. എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അമ്പലങ്ങൾ ഏറ്റെടുക്കുന്നത്, ഭരിക്കുന്നത്? അപ്പൊ ഇതുകൊണ്ടൊക്കെ there should be an equality. വളരെ വിശാലമായ ഒരു വിഷയം. പക്ഷെ എന്റെ വളരെ ലളിതമായ ചോദ്യം, അങ്ങ് മോഡൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളെല്ലാം വർഗീയ രാജ്യങ്ങളോ അമേരിക്ക എടുത്തോളൂ, രാജ്യങ്ങളോ ആണ്. അമേരിക്ക എടുത്തോളൂ. അവിടെ ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള ഉപാധികൾ ശക്തമായി എല്ലാവരും ഉപയോഗിക്കും. നോക്കൂ, അങ്ങ് പറഞ്ഞത് നിങ്ങൾ ഇത് നോക്കൂ. അപ്പൊ ആദ്യം നോക്കൂ, ലോകത്താകെ എത്ര രാജ്യങ്ങളില് ക്രിസ്ത്യാനിറ്റി
അവരുടെ സ്റ്റേറ്റ് റിലീജിയൻ ആണ്? മോസ്റ്റ് ഓഫ് ദം 122 മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ 122. ഐ അഗ്രി വിത്ത് യു. ഐ ഗിവ് യു. എത്ര രാജ്യങ്ങള് ഇസ്ലാമിക് ആണ്? 66. Yeah. ഓക്കെ. എത്ര രാജ്യങ്ങള് ഹിന്ദുസ് ആണ്? നത്തിങ്. ബുദ്ധിസ്റ്റ് ആണ് 8. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഇത് നമ്മള് പറയുന്നത് എന്താണെന്ന് വെച്ചാല് പണ്ട് എല്ലാവരെയും അങ്ങ് സ്വീകരിച്ചു. ഓക്കെ. ഇപ്പൊ നമ്മള് പറയുന്നത് സദാചാര ദുർവൃത്തി അല്ലെങ്കിൽ സദ്ഗുണ ദുർവൃത്തി എന്ന് പറയും. അങ്ങനെ ചെയ്ത് നമ്മൾ ഇല്ലാതാകുക. ഇപ്പൊ കേരളത്തിലെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എടുത്ത് നോക്കൂ. നിങ്ങൾ എന്താ അതേപ്പറ്റിയൊന്നും പറയാത്തത്? എനിക്കൊരു സംശയം. അങ്ങ് പറഞ്ഞ ഈ കണക്ക് ജനസംഖ്യാ വർധനവിന്റെ കാര്യത്തിൽ മുസ്ലിം പോപ്പുലേഷൻ ഹിന്ദു പോപ്പുലേഷനെ അധികരിച്ച് ബർത്ത് റേറ്റ് കൂടുതലുണ്ടെന്ന കാര്യം സംശയമില്ല. പക്ഷേ മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റും ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റും തമ്മിലുള്ള കമ്പാരിസൺ 51 മുതൽ 2011 വരെയുള്ള സെൻസസ് എടുത്തു നോക്കിയാൽ മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ആൾസോ ഡിക്ലൈനിങ്. നിങ്ങൾ കേരളത്തിൽ എടുക്കൂ. ഞാൻ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. അങ്ങ് കേരളത്തിൽ എടുക്കൂ. ഞാൻ നോക്കൂ ഈ കേരളത്തിൽ നോക്കൂ, കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ഉത്തർപ്രദേശിന്റെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന മധ്യപ്രദേശിന്റെയും ഇന്ത്യയിൽ ഒന്നടങ്കം കാര്യം പറയുമ്പോൾ സദാം ഹുസൈനിലേക്കും പായുന്ന മൊട്ടാരുണിനെ ഓടിച്ചിട്ട് അടിക്കുകയാണ് അവസാന നിമിഷങ്ങളിൽ സെൻകുമാർ സാർ. കൃത്യമായിട്ട് നീ ഇങ്ങോട്ട് വേണം മോനെ മുത്തേ, ഇവിടെ വേണം, കേരളത്തിന്റെ കാര്യം പറയടാ, എന്നിട്ട് പോടാ അപ്പുറത്തോട്ട് എന്ന് കൃത്യമായിട്ട് മാടി വിളിച്ച് കൊണ്ടുവന്ന് കണ്ടം വഴി ഓടിക്കുക. കേൾക്കാം. നിങ്ങൾ മനസ്സിലാക്കും. ചില സമയത്ത് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകും, ചില സമയത്ത് ഇന്ത്യയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ഇന്ത്യയുടെ പോപ്പുലേഷനെ കുറിച്ചും പാകിസ്ഥാനെ കുറിച്ചും പറഞ്ഞുകൊണ്ട്. കേരളത്തിൽ SC പോപ്പുലേഷൻ 51-ലുള്ളതിൽ നിന്ന് SC പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടല്ലോ. അല്ലെ, ഞാൻ ചോദിക്കുന്നത് SC കാര്യമല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ ഇന്ന് ഇപ്പോൾ എന്റെ കണക്കുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഈ കണക്ക് നോക്കിക്കോളൂ. ഇതാണ് പോപ്പുലേഷൻ 2007 മുതൽ 2017 വരെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിൽ സംഭവിക്കുന്ന എന്താണ്? ഇന്ത്യ 1971 ശേഷം കേരളത്തിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ്. വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോഴ് 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 43 കുട്ടികളും മുസ്ലിം കുട്ടികളാണ്, 41 കുട്ടികൾ ഹിന്ദു കുട്ടികളാണ്. ഹിന്ദു supposed to be 54% and Muslim is supposed to be 26.7%. 25%. ഇതെല്ലാം ഡിഫറൻസ് അങ്ങനെയല്ലല്ലോ. അതായത് 27% ഡബിൾ അല്ല 54. ആ ഡബിളിന് ഉണ്ടാകുന്നത് 41 കുട്ടികളാണ്. അതിന്റെ പകുതിക്ക് ഉണ്ടാകുന്നത് 41 കുട്ടികളാണ്. ക്രിസ്ത്യാനികള് 14.8 കുട്ടികളാണ് ഉണ്ടാകുന്നത്. ഈ ഗ്രോത്ത് റേറ്റ് പോകുമ്പോൾ 2031 കേരളത്തില് ഉണ്ടാകുന്ന ബർത്ത് റേറ്റ്, യു ഗോ ഫോർ എ റിഗ്രഷൻ ലൈൻ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 54.7% വിൽ ബി മുസ്ലിം കുട്ടികളാകും. നോക്കൂ, എന്തുകൊണ്ടാണ് മുസ്ലിം പ്രീണനം ഇത്ര കണ്ട് കേരളത്തിൽ കൃത്യമായിട്ട് ഈ കണക്കറിയുന്ന സർക്കാരുകളും ഇവിടെ മുൻപ് ഭരിച്ച UDF ആയാലും ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷമായാലും എന്തുകൊണ്ടാണ് മുസ്ലിം പ്രീണനം നടത്തുന്നത് എന്ന് കൃത്യമായ കണക്ക് സഹിതമാണ് പറയുന്നത്. അതായത് ഏകദേശം 2031 ശേഷം വരുന്നത് ഈ കേരളം പൂർണ്ണമായിട്ടും മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിലേക്ക് എന്ന രീതിയിലേക്ക് മാറുന്നതിന്റെ അക്യുറേറ്റ് കണക്കാണ് ഇവിടെ പറയുന്നത്. കേൾക്ക് ജന്തുക്കളെ, കേൾക്ക് അന്തം കമ്മികളായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവും കേൾക്ക്, അന്തം കൊങ്ങിയായി നടക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും കേൾക്ക്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം പ്രീണനം എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരമാണ് നിനക്കൊക്കെ ഇത്. About 34 will be ഹിന്ദു ആകും, അല്ല അതിൽ കുറയും. ആൻഡ് about less than 12 will be ക്രിസ്ത്യൻസ്. ഒന്ന്. ഇനി ഡെത്ത് റേറ്റ് നോക്കാം. 100 പേര് മരിക്കുമ്പോൾ 61 പേര് ഹിന്ദുസ് ആണ്, 21 പേരും ക്രിസ്ത്യൻസ് ആണ്, 19 ആൾക്കാർ മുസ്ലിംസ് ആണ്. സോ വാട്ട് ഹാപ്പൻ? നോക്കൂ, ഇത്തരം ജനസംഖ്യയുടെ കണക്കിൽ കമ്മ്യൂണൽ കണക്കുകൾ വരുമ്പോൾ അതിൽ ഒരു പോയിന്റ് നമ്മുടെ മുന്നിലുണ്ട്. ഫെർട്ടിലിറ്റിയുമായി എന്തിനാണ് കൂടുതൽ ബന്ധം? ജനസംഖ്യാ പെരുപ്പം കൂടുതൽ അസോസിയേറ്റ് എക്കണോമിസ്റ്റ് ആയ താങ്കൾ പറയുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് അഥവാ എക്കണോമിക് ഫാക്ടേഴ്സ് അല്ല. താങ്കൾ പഠിച്ച സാമ്പത്തിക സിദ്ധാന്തം തന്നെ പറയുന്നില്ലേ? അത് ഇവിടെ തകരുന്നു. അവിടെയാണ് കാണുന്നത്. നോക്കൂ, എന്താണ് ബേസിക് പോപ്പുലേഷൻ ഗ്രോത്ത് തിയറി? 1 നിരക്ഷരത, 2 ദാരിദ്ര്യം. ഇന്ന് നിങ്ങൾ കേരളത്തില് സച്ചാർ കമ്മിറ്റിയോ പാലോളി കമ്മിറ്റിയോ പോലെ ഒരു കമ്മിറ്റി വെക്ക്. നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും ദരിദ്രമുള്ളത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. എന്തുകൊണ്ടാ? ധൈര്യം ഉണ്ടെങ്കിൽ വെക്ക്. അപ്പൊ അത് നിനക്ക് ഞാൻ പറയാം. ഇന്ന് കേരളത്തില് ഞാൻ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഐ അപ്രീഷിയേറ്റ്, ബിക്കോസ് അവരെല്ലാവരും നന്നായിട്ട് അവരെ പഠിപ്പിക്കാനും അതിനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റു കമ്മ്യൂണിറ്റിക്കാര് പ്രത്യേകിച്ച് ഹിന്ദുസ് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന തിയറി അനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്ത് ഏറ്റവും കുറയേണ്ടിയിരുന്നത്, അതായത് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ലോകത്ത് എല്ലായിടത്തും പോപ്പുലേഷൻ വർദ്ധിക്കുന്നത്. നിരക്ഷരതയും സാക്ഷരതയും
അതുപോലെ ഇൻകം കൂടുമ്പോൾ. പക്ഷെ അങ്ങ് കണക്കാക്കാതെ പോയ ഒരു കണക്കുണ്ട്. ഈ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന ഫെർട്ടിലിറ്റി റേറ്റിന്റെ ഡിക്ലൈൻ നിങ്ങൾക്കറിയാം. ലാസ്റ്റ് 10 years മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ഡിക്ലൈനിങ് ഇൻ കേരള. പറഞ്ഞോളൂ. കേരള 5%, 0.5%. നോക്ക്, 0.5% അല്ല നിങ്ങൾ ഈ പറയുന്നത്. ഗ്രോത്ത് റേറ്റിൽ ഉണ്ടാകുന്ന 0.5%. ഈ സാമ്പത്തികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ST 8.6% ആയിരുന്നു 2011. അത് 6.25 ആണ് 1951. നോക്കോ നിങ്ങൾ SC ST സോഷ്യലി അണ്ടർ പ്രിവിലേജ് കൂടും സാർ. സെൻകുമാർ സാറിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ കൂട്ടണം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന വിഭാഗം പുവർ അല്ല, ഏറ്റവും എക്കണോമിക്കലി അപ്ലിഫ്റ്റഡ് ആണ്, എഡ്യൂക്കേഷണലി അപ്ലിഫ്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ തിയറി പോകുന്നു. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടല്ലോ, 2016 കേരളത്തിന്റെ ശരാശരി ഫെർട്ടിലിറ്റി റേറ്റ് 1.75 ആയിരുന്നു. 2017 അത് 1.76 ആണ്. എങ്ങനെയാ കൂടിയത്? ഫെർട്ടിലിറ്റി റേറ്റ് ആരുടെ കൂട്ടിയിട്ടാ കൂടിയത്? Still there is but relatively decline. അല്ല, നോക്കൂ, നിങ്ങളുടെ എന്താണെന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഒരു 10 വർഷം സമുദായത്തെയോ 10 വർഷം കൂടുതൽ 10 വർഷത്തെ ഒന്നല്ല, നിങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയാമല്ലോ. അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ നിങ്ങൾ അറിയുന്ന പോലെയല്ല ഞാൻ അറിയുന്നത്. 1996 ഞാൻ ജംഇയ്യത്തുൽ ഇഷാനിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയപ്പോ കിട്ടിയ റെക്കോർഡ്സിൽ ഉള്ളതാണ്. എന്തുകൊണ്ടാണ്? അവിടെ കൃത്യമായിട്ട് അവര് എഴുതി വെച്ചിരുന്നു, അവരുടെ ഇതില് ഒരു ജനാധിപത്യ സമ്പ്രദായത്തില് അധികാരം പിടിക്കുന്നത് വോട്ടുകൾ വഴിയാണ്. അതുകൊണ്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കണം. ഇത് 1996 ഞങ്ങൾ കണ്ടതാണ്. അതുപോലെ അതുപോലെ അവിടെ എഴുതിച്ചു, ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് ആർക്കെങ്കിലും അന്യ സമുദായക്കാർക്ക് ബന്ധമുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കണം. അങ്ങനെയുള്ള 6 മർഡർ കേസ് അന്വേഷിക്കാനാണ് എനിക്ക് തന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്വേഷിച്ചതും പിന്നെ സുനിലിന്റെ കേസൊക്കെ ഇവർ ചെയ്തതെന്നും ജഗന്നൂർ മൗലവിയുടെ ഇവർ ചെയ്തതെന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ 10 വർഷം കൊണ്ടുണ്ടായതല്ല, മനസ്സിലാവുന്നു? സോ വാട്ട് ഈസ് ദ തിങ് ഈസ് ദാറ്റ് ഒരു രാജ്യത്ത് ജനസംഖ്യ നിയന്ത്രിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. സോ എവരിബഡി ഷുഡ് ഡു ദാറ്റ്. അത്രയേ ഉള്ളൂ. നോക്കൂ, ഇസ്ലാമിക ജിഹാദികളുടെ തക്കിയ അതല്ലെങ്കിൽ അവരുടെ ആ ജിഹാദ് എങ്ങനെയെന്ന് 1996 അദ്ദേഹം തെളിവ് സഹിതം കണ്ടുപിടിച്ചതാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അതായത് ഇവർ കൃത്യമായിട്ടും എങ്ങനെയാണ് ഈ ജനാധിപത്യ രീതിയിലുള്ള ഭാരതത്തെ നമ്മൾ പിടിച്ചടക്കേണ്ടതെന്നും അതിന് ജനാധിപത്യ രീതിയിൽ വോട്ടിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് ചെയ്യാൻ നമ്മുടെ ഭൂരിപക്ഷത്തിലേക്ക് നമ്മൾ എത്തേണ്ടതെന്നും ഒരു ജിഹാദി സംഘടനയുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത സമയത്ത് കിട്ടിയ തെളിവ് സഹിതമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, TP സെൻകുമാർ സാറിന്റെ ഈ ഒരു വീഡിയോ അതല്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ പറ്റാത്തവർക്ക് കൃത്യമായിട്ടും ഈ ഓഡിയോ വലിയൊരു നിഘണ്ടുവാണ്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ എപ്പോ വേണമെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിത് 3 തവണ കേട്ടു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് തോന്നി ഇത് ലോകം മുഴുവൻ കേൾക്കേണ്ട സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവർ കൃത്യമായിട്ടും ഇതാ 2040 ഞങ്ങൾ ഭാരതം ഭരിക്കും, ഞങ്ങൾ ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കും, എങ്ങനെയാണ് ഓരോ ക്രിസ്ത്യൻ രാജ്യവും മുസ്ലിം രാജ്യങ്ങളായി മാറുന്നത് എന്നുള്ളതിന്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള തെളിവ് സഹിതമുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് കണ്ണു തുറന്ന് കാണുക, ചെവി തുറന്ന് കേൾക്കുക, തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുക. ഇനിയും നിനക്ക് കാശ്മീർ പണ്ഡിറ്റുകളെ പോലെ ഇവിടെ നിന്ന് ഓടണ്ട എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഭാരതം മുസ്ലിം രാജ്യമായി മാറാൻ പോകുന്നു എന്ന് ഇവിടെ ആരെങ്കിലും പറയുമ്പോൾ അവരെ വർഗീയവാദിയാക്കാതെ യഥാർത്ഥ കണക്ക് സഹിതം കൃത്യതയുള്ള ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറിയാൽ നിനക്ക് നന്ന് TP സെൻകുമാർ സാറൻ പറഞ്ഞിട്ടുള്ള ഈ അക്യുറേറ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ആ ജീവിതത്തിൽ എഴുതി കണ്ടുപിടിച്ച തെളിവ് സഹിതം കണ്ടുപിടിച്ച ഈ കാര്യങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ഈ ഓഡിയോ രീതിയിൽ കേൾപ്പിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയട്ടെ. കാരണം അത്ര കണ്ട് പോപ്പുലർ 4 വർഷം മുൻപ് വന്നിട്ടുള്ള ഈ വീഡിയോയുടെ ഇന്നത്തെ ആനുകാലിക പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അതോടൊപ്പം നിങ്ങളും തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് കണ്ട് ചെവി കൊണ്ട് ശരിക്കും കേട്ട് ഹൃദയത്തിലേക്ക് ആവാഹിച്ചു നോക്കുക. ഇത് അദ്ദേഹം പറയുന്നത് സത്യമോ അദ്ദേഹം പറയുന്നത് മിഥ്യയോ? ഈ ചോദിക്കുന്ന അരുൺകുമാറിന്റെ ചോദ്യങ്ങൾ എത്രത്തോളം രാജ്യദ്രോഹപരമായിട്ടും ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കുന്നതായിട്ടും എന്നുള്ളത് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.